പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി ബ്രൈറ്റൺ. ഇന്ന് സ്വന്തം മൈതാനത്ത് ബ്രൈറ്റൺ 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഇഞ്ചുറി ടൈമിലാണ് ബ്രൈറ്റൺ വിജയ ഗോൾ നേടിയത്. ഇന്ന് തുടക്കം മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പിടിച്ചുകെട്ടാൻ ബ്രൈറ്റണായി. 32-ാം മിനിറ്റിൽ വെൽബക്കിലൂടെ ബ്രൈറ്റൺ ലീഡെടുത്തു. വെൽബക്കിന്റെ ക്ലബ് കരിയറിലെ 100-ാം ഗോളായിരുന്നു ഇത്. ആദ്യ പകുതി ഒറ്റ ഗോൾ ലീഡിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 60-ാം മിനിറ്റിൽ യുണൈറ്റഡ് സമനില പിടിച്ചു. അവൻ ഡിയോലയാണ് യുണൈറ്റഡിനായി ലക്ഷ്യം കണ്ടത്. ഒരിക്കൽ കൂടി ബ്രൈറ്റൺ വലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പന്തെത്തിച്ചെങ്കിലും ഓഫ്സൈഡ് ആയതിനാൽ ഗോൾ നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ മത്സരം സമനിലയിൽ കലാശിക്കുമെന്നിരിക്കെ 95-ാം മിനിറ്റിൽ അഡിംഗ്രയുടെ പാസിൽ നിന്നൊരു ഹെഡറിലൂടെ യാവോ പെഡ്രോ ബ്രൈറ്റന്റെ വിജയ ഗോൾ നേടി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 53% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു. 11 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 507 പാസുകൾ 87% കൃത്യതയോടെ യുണൈറ്റഡ് പൂർത്തിയാക്കി. 14 ഷോട്ടുകളാണ് ബ്രൈറ്റൺ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 463 പാസുകൾ 85% കൃത്യതയോടെ ബ്രൈറ്റൺ പൂർത്തിയാക്കി. പ്രീമിയർ ലീഗ് സീസണിലെ യുണൈറ്റഡിന്റെ ആദ്യ തോൽവിയാണിത്. ആദ്യ മത്സരത്തിൽ യുണൈറ്റഡ് ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയിരുന്നു. 2 മത്സരവും ജയിച്ച ബ്രൈറ്റണ് 6 പോയിന്റായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പോയിന്റിൽ നിൽക്കുന്നു. ലീഗിൽ സെപ്റ്റംബർ 1 ലിവർപൂളിനെതിരായാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത മത്സരം. ബ്രൈറ്റൺ അടുത്ത ലീഗ് പോരാട്ടത്തിൽ ആഴ്സണലിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.